സുഹൃത്തുക്കളെ, നമുക്ക് പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് എന്ന സുന്ദരമായ ഗ്രാമത്തിലേക്കൊന്ന് പോയാലോ? കൊല്ലങ്കോടുള്ള പുലിക്കോട് അയ്യപ്പൻകാവുറ്റം ക്ഷേത്രമാണ് ആ കാണുന്നത്. വളരെ മനോഹരമായിട്ടുള്ളൊരു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൽ മറ്റുള്ള ക്ഷേത്രങ്ങൾ കാണാത്തൊരു പ്രത്യേകത എനിക്കിവിടെ കാണാൻ പറ്റി. ഇത് അവിടെ ക്ഷേത്രത്തിൽ ഒരു ചേട്ടൻ നിന്ന് അവിടെ മീൻ പിടിക്കുന്നത് കണ്ടില്ലേ? ഈ ക്ഷേത്രത്തിലെ മീനുകളെ പിടിക്കുന്നതിനുള്ള കോൺട്രാക്റ്റ് ചേട്ടനാണ് എടുത്തിരിക്കുന്നതെന്ന് അറിയാൻ പറ്റിയത്. നമ്മളവിടെ ഒന്നും സാധാരണ ക്ഷേത്രങ്ങളിൽ നിന്ന് അങ്ങനെ മീൻ പിടിക്കുന്ന കാഴ്ച കാണാറില്ല. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു കാഴ്ച കാണാൻ പറ്റി. അടുത്തതായി നമ്മൾ പോകുന്നത് ചിങ്ങഞ്ചിറ കറുപ്പുസ്വാമി പ്രകൃതി ക്ഷേത്രത്തിലേക്കാണ്. വേരുകൾ മൊത്തം താഴോട്ട് വളർന്നു കിടക്കുന്നൊരു വലിയ ആല് കണ്ടില്ലേ? ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടെ കുറേ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇവിടെ കുഞ്ഞിരാമായണം, അതുകൂടാതെ വേറെ ഞാനിവിടെ ചെന്നപ്പോൾ നരൻ സിനിമ ആരോ പറയുന്നിട്ട് നരൻ്റെ ഏതോ 1-2 സീക്വൻസൊക്കെ അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രസമാണ്. ഒരു വളരെ പ്രകൃതിയോട് വളരെ ചേർന്ന് കിടക്കുന്ന ഒരു രീതി, ചേർന്ന് കിടക്കുന്ന ഒരു അമ്പലമാണ്. ആൽമരത്തിൻ്റെ വേരുകളെല്ലാം തറയിൽ മുട്ടുന്ന രീതിയിൽ ഇങ്ങനെ കിടക്കുന്ന കണ്ടില്ലേ? അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ആൽമരം തൊട്ട് താഴെയുള്ള ആ ഒരു കറുപ്പുസ്വാമിയുടെ അപ്പുറത്ത് കാണാം നമ്മൾ കറുപ്പുസ്വാമിയുടെ ഒരു ചെറിയൊരു അമ്പലം പോലെ. ഇവിടെ ആൾക്കാർ ഒരു തൊട്ടിലൊക്കെ കെട്ടിയിരിക്കുന്നത് കാണാം. കണ്ടില്ലേ? ഒരു ആർച്ച് കണ്ടില്ലേ? ആർച്ചിനപ്പുറത്തേക്കൊരു കുറേ ആലിൽ കുറേ ആൾക്കാർ തൊട്ടിൽ കെട്ടിയിരിക്കുന്നത് കണ്ടില്ലേ? അതൊക്കെ ഓരോ നേർച്ചകളാണ്. പിന്നെ മറ്റൊന്ന് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു പൂജാ രീതിയെ പറ്റിയാണ്. അത് വെച്ചാൽ ഭക്ഷണം ആൾക്കാർ ദൂരെ നിന്ന് വന്നിട്ട് ഇവിടെ വന്ന് പാചകം ചെയ്യും. പാചകം ചെയ്യുന്ന വെച്ചാൽ മെയിനായിട്ട് നോൺ വെജ് ആയിട്ടുള്ള ഫുഡാണ് കേട്ടോ. നോൺ വെജ് ആയിട്ടുള്ള ഫുഡ് പാചകം ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഫുഡ് ഇവിടെ വെച്ച് എന്ന് വെച്ചാൽ കുറേ ആൾക്കാരെല്ലാം വലിയ ഫാമിലി ആയിട്ടായിരിക്കും വണ്ടിയിലൊക്കെ വന്നിട്ട് ഇവർ പാചകം ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഫുഡ് ഇവിടെ കൊണ്ടുവന്നിട്ട് കറുപ്പുസ്വാമിക്ക് അവർ അർപ്പിക്കും. അതായത് ഈ പാചകം ചെയ്യുന്ന കുടുംബത്തിലെ ഏറ്റവും വലിയ മുതിർന്ന ആളോ കാരണവര സ്ഥാനത്ത് നിൽക്കുന്ന ആളോ ആരെങ്കിലും ആയിരിക്കും ഇത് കറുപ്പുസ്വാമിയുടെ മുന്നിൽ ഇത് കൊണ്ടുവന്ന് അർപ്പിക്കുന്നത്. ഇവരിത് കൊണ്ടുവന്ന് പൂവും ചിക്കനും പിന്നെ വെള്ളമൊക്കെ ആയിട്ട് അവിടെ കൊണ്ടുവന്ന് തളിക്കുകയും പൂജകൾ ചെയ്യുകയും മറ്റും ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കറുപ്പുസ്വാമിയുടെ മുന്നിൽ പൂജ നടത്തുന്ന ചടങ്ങിനെ പറ്റി. ആ ഒരു ചടങ്ങാണ് നമ്മളിത് അവിടെ നേരിൽ കാണുന്നത്. അവിടുത്തെ പൂജയും മറ്റു ചടങ്ങുകളെല്ലാം കണ്ട് പുറത്തിറങ്ങിയപ്പോഴാണ് നമ്മൾ ആ ചിത്രകാരൻ ബ്രോയെ കണ്ടത്. ചിത്രകാരൻ ബ്രോ തൻ്റെ ഫാമിലിയായിട്ട് അവിടെ എത്തിയിരിക്കുകയാണ്. അദ്ദേഹം കുറച്ച് കുട്ടികളും അടങ്ങുന്ന ഒരു സംഘം ഉണ്ട്. അദ്ദേഹം വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് വളരെ ഭയങ്കര ഏകാഗ്രതയോടു കൂടി നിന്ന് ഒരു ക്യാൻവാസിൽ ഒരു പെയിൻറ്റിങ് ചെയ്യുകയാണ്. ഞാൻ അടുത്തോട്ട് ചെന്നു എന്താ പെയിൻറ്റിങ് എന്നറിയാനായിട്ട്. അപ്പോഴാണ് അറിഞ്ഞത് അത് മുന്നിലുള്ള കറുപ്പുസ്വാമി കോവിലിൻ്റെ ഒരു ചിത്രമാണ് അദ്ദേഹം പകർത്തുന്നത്. കറുപ്പുസ്വാമി കോവിലിൽ നമ്മൾ നേരത്തെ കയറി വന്നപ്പോൾ കണ്ടില്ലേ? കറുപ്പുസ്വാമി കോവിലും താഴെ മണ്ണിൽ മുട്ടുന്ന രീതിയിൽ തട്ടി നിൽക്കുന്ന വേരുകളുള്ള ആൽമരവും അതിൻ്റെ ഒരു പടമാണ് അദ്ദേഹം തൻ്റെ ആ ക്യാൻവാസിൽ
വളരെ ശ്രദ്ധയോടു കൂടിയിരുന്ന് പകർത്തുന്നത്. വളരെ മനോഹരമായിട്ട് പകർത്തിയിരിക്കുന്നു. ഇതാ കണ്ടില്ലേ, ഈ ഒരു ദൃശ്യമാണ് അദ്ദേഹം തൻ്റെ ക്യാൻവാസിലൂടെ ഒപ്പിയെടുത്തിരിക്കുന്നത്. നമ്മൾ പോകുന്നത് സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിലേക്കാണ്. അപ്പം സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിലോട്ട് പോകുന്ന വഴിക്ക് തന്നെയാണ് ഈ മനോഹരമായിട്ടുള്ള ഈ ഒരു പാടശേഖരം കാണുന്നത്. ഇതൊരു സ്വകാര്യ വ്യക്തിയുടെ അധീനതയിലുള്ളൊരു പാടശേഖരമാണ്. അപ്പോൾ ഇതിൻ്റെ പേര് താമരപ്പാടം എന്നാണ്. എൻ്റെ പേര് എനിക്കൊരു ചേട്ടൻ അരവിന്ദ് ചേട്ടൻ്റെ താമരപ്പാടം അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. ഞാൻ അവിടെ കണ്ടതായിട്ട് ഓർക്കുന്നു. വളരെ നല്ല രസകരമായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ ഈ താമരപ്പാടവും. അതിൻ്റെ നടുവിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു മരമുണ്ട്, അത് തന്നെ ഒരു ഭയങ്കര ഭംഗിയാണ്. അതും പിന്നെ ചുറ്റുമുണ്ടോ മലനിരകളൊക്കെ. നല്ല ഹൈൻഡ് ക്യാമറയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഫ്രെയിംസ് നമുക്ക് ഇവിടുന്ന് കിട്ടും. ഇഷ്ടംപോലെ ആൾക്കാർ ഇങ്ങനെ, ഞാൻ അന്ന് പോയ സമയത്ത് ഇഷ്ടംപോലെ ആൾക്കാർ അവിടെ നിന്നും പല ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ളവരും തമിഴ്നാട്ടിൽ നിന്നുള്ളവരും കർണാടകയിൽ നിന്നൊക്കെ ഉള്ള ആൾക്കാർ അവിടെ ഇങ്ങനെ വന്ന് പോകുന്നുണ്ടായിരുന്നു. അവരിങ്ങനെ വന്ന് ഈ പാടത്തിന് നടുക്കോട്ട് കിടന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഇത് സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിലേക്ക് മുകളിലോട്ട് കയറി പോകാനുള്ള ഒരു വഴിയാണ്. അവിടെ നിന്ന് സ്വല്പം താഴ്ന്ന് കുറച്ച് മുകളിലോട്ട് കയറി കുറച്ച് നടന്നൊക്കെ കഴിയുമ്പോഴാണ് നമ്മൾ സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിച്ചേർന്നത്. വെള്ളച്ചാട്ടം എന്ന് പറയാൻ ഇപ്പോൾ അവിടെ വലിയ വെള്ളച്ചാട്ടമൊന്നും ഇല്ല. പക്ഷേ കാരണം ഞാനിപ്പോൾ ഒരു വേനൽക്കാലമാണ്, ജാനുവരി ഫെബ്രുവരി മാസത്തിലാണ് അവിടെ പോയത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഇതാണ്. ഈ ചെറിയ ദൂരെ നീർച്ചാലുകളായിട്ട് വെള്ളം ഇങ്ങനെ വന്ന് കുറച്ച് അവിടെ കെട്ടിക്കിടക്കുന്നുണ്ട്. പിന്നെ വെള്ളം ദൂരോട്ട് ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. പക്ഷേ വെള്ളത്തിന് നല്ല തണുപ്പാണ്. അപ്പോൾ ഞാൻ ബാഗൊക്കെ അവിടെ മാറി ഡ്രസ്സൊക്കെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കുളിച്ച് ഫ്രഷായപ്പോൾ തന്നെ ശരീരത്തിന് ആ യാത്ര ചെയ്തതിൻ്റെ കംപ്ലീറ്റ് ടയർഡ്നെസ് മാറി. ബോഡി നല്ല എനർജറ്റിക്കായിട്ട് മാറി. അത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അത്. അത്ര നല്ല തണുത്ത് കുറച്ച് വെള്ളമേ ഉള്ളെങ്കിലും നല്ല തണുത്ത ഫ്രഷായിട്ടുള്ള വെള്ളമാണ് വരുന്നത്. പിന്നെ തിരിച്ച് വരുന്ന വഴിക്കാണ് അപ്പം നല്ലൊരു ചൂട് ചായ കുടിക്കണമെന്ന് തോന്നിയപ്പോഴാണ് നമ്മൾ ആമിനാത്തയുടെ ചായക്കട കണ്ടത്. അപ്പോൾ ആമിനാത്തയുടെ ഹസ്ബൻഡും കൂടി ചേർന്നാണ് ഈ ഒരു കട നടത്തുന്നത്. അപ്പോൾ അവരുടെ വീട് ഇതിൻ്റെ ബാക്ക് സൈഡിൽ തന്നെയാണ്. അപ്പോൾ അവിടെ കയറി ഒരു ചൂട് ചായ കുടിച്ചു. പിന്നെ അവിടെ വട ഉണ്ടായിരുന്നു, മുട്ട ബജി ഉണ്ടായിരുന്നു, അങ്ങനെ കുറച്ച് ചെറുകടികളും ഉണ്ടായിരുന്നു. അതെല്ലാം അവിടെ കഴിച്ചതോടുകൂടി 1-2 കടിയും കൂടെ കഴിച്ചതോടുകൂടി നമ്മൾ ക്ഷീണമൊക്കെ മാറി. പിന്നെ അമനാത്തയുടെ വിശേഷങ്ങളൊക്കെ അമനാത്ത പറഞ്ഞു. കുറേ വർഷങ്ങളായിട്ട് അവിടെ താമസിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ഒരു ജീവിത രീതിയും കച്ചവടവും പിന്നെ ഒക്കെ പറഞ്ഞു, അതിനെ പറ്റിയൊക്കെ പറഞ്ഞു. പിന്നെ അവിടെയൊക്കെ രാത്രിയൊക്കെ മൃഗങ്ങളെയൊക്കെ ശല്യം ഉണ്ടെന്ന് പറയുന്നത് കേട്ടു. പ്രശസ്തമായ നെന്മാറ വല്ലങ്ങി പൂരം നടക്കുന്ന ഒരു പാടങ്ങളും ക്ഷേത്രമാണ് ദൂരെ കാണുന്നത്. അപ്പോൾ ആക്ച്വലി എനിക്ക് ഇങ്ങോട്ട് ഇത് ശരിക്കും നെന്മാറയാണ്. ശരിക്കും നെന്മാറയിലോട്ട് വരേണ്ട ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കവിടെ സഞ്ചരിക്കാനായിട്ട് അവിടെ പോകാനായിട്ടൊക്കെ ഉള്ളൊരു വണ്ടി അറേഞ്ച് ചെയ്ത് നമ്മുടെ വിഷ്ണുവിൻ്റെ സുഹൃത്ത് രതീഷാണ്. അവർ അയിലൂറാണ് സ്ഥലം. അപ്പം അവരെ വണ്ടി തിരിച്ച് രതീഷിന് കൊടുക്കണമായിരുന്നു. അപ്പം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നെന്മാറ വന്നത്. അപ്പോൾ അവിടെ വന്നപ്പോൾ ഇങ്ങനെ ഇത് ഫസ്റ്റ് പാസ് ചെയ്ത് പോയപ്പോൾ ഈ അമ്പലം കണ്ടു. അപ്പോൾ അമ്പലം കണ്ടപ്പോൾ എങ്ങനെ അവിടെ കയറാൻ തോന്നി. അപ്പോൾ അവിടെ കണ്ട അതിമനോഹരമായിട്ടുള്ളൊരു കുളം, നല്ല രസമാണ് കേട്ടോ കാണാൻ. ഈ അമ്പലവും അതിൻ്റെ പരിസര പ്രദേശങ്ങളൊക്കെ കാണാനായിട്ട് ആ ഒരു കുളവും അമ്പലവും എല്ലാം നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു വ്യൂ. അപ്പം അങ്ങനെ അമ്പലത്തിൻ്റെ കാഴ്ചകളെല്ലാം കണ്ടു. അപ്പം അങ്ങനെ നമ്മൾ കൊല്ലങ്കോട്ട യാത്ര ഇതോടുകൂടി അവസാനിച്ചിരിക്കുകയാണ്. ഇതുവരെ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി.